ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 ദിനവൃത്താന്ത പുസ്തകം 21 അധ്യായമാണ് നമ്മൾ നോക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിൽ യഹൂദയുടെ രാജാക്കന്മാരെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാം പഠിച്ച അവസാനത്തെ രാജാവ് യഹോശാഫാത്ത് രാജാവായിരുന്നു. 1-2 വാക്യം വായിക്കുമ്പം 21-1-2 യഹോശാഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോട് കൂടെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. അവന് യഹോശാഫാത്തിൻ്റെ പുത്രന്മാരായി അസര്യാവ്, യെഹീയേൽ, സെഖര്യാവ്, അസര്യാവ്, മീഖായാവ്, ശെഫത്യാവ് എന്നീ സഹോദരന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ പുത്രന്മാർ. അപ്പം യഹോശാഫാത്തിൻ്റെ പുത്രനായ യഹോരാം ആണ് യഹോശാഫാത്തിന് പകരം രാജാവായത്. യഹോശാഫാത്തിന് മറ്റു മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ മൂത്ത പുത്രനായ യഹോരാമിനെയാണ് യഹോശാഫാത്ത് രാജാവാക്കിയത്. 3 വാക്യത്തിൽ പറയുന്നത്, അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദായിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യഹോരാം ആദ്യജാതനായിരിക്കയാൽ രാജ്യത്വം അവന് കൊടുത്തു. അപ്പം ഇതെപ്പോഴും ഒരു നല്ല തീരുമാനമല്ല. ഇത് യഹോശാഫാത്തിൻ്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു. കാരണം നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. 4 വാക്യത്തിൽ പറയുക, യഹോരാം തൻ്റെ അപ്പൻ്റെ രാജ്യത്വം ഏറ്റു തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തൻ്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ട് കൊന്നു. അപ്പം തൻ്റെ സിംഹാസനത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകരുത്, അതിനു വേണ്ടിയാണ് യഹോരാം തൻ്റെ എല്ലാ സഹോദരന്മാരെയും കൊന്നത്. തൻ്റെ രാജസ്ഥാനം സേഫാക്കാനായിട്ടാണ് അവനിങ്ങനെ ചെയ്തത്. എന്നാൽ മനുഷ്യൻ്റെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവം ഇസ്രായേലിനൊരു രാജാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് ശമൂവേൽ പ്രവാചകനെ ഇശായിയുടെ വീട്ടിൽ വിട്ടു. അപ്പോൾ ഇശായി തൻ്റെ മക്കളെ എല്ലാവരെയും നിരത്തി നിർത്തി. അപ്പോൾ തൻ്റെ മൂത്തവനിൽ ആണ് തുടങ്ങിയിട്ട് ശമൂവേൽ ഇശായുടെ 7 മക്കളെയും അഭിഷേകം ചെയ്യാൻ നേരം ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഇവരാരുമല്ല താൻ തിരഞ്ഞെടുത്തത് എന്ന്. അപ്പോൾ ഇനി ആരുമില്ല, ഇനി മക്കളൊന്നും ഇല്ല എന്ന് ശമൂവേൽ ചോദിച്ചതിന് ഇശായി പറഞ്ഞു, ഇളയവനായ ഒരുവനുണ്ട് ദാവീദ്, അവന് ആടിനെ മേയ്ക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ശമൂവേൽ അപ്പോൾ പറഞ്ഞു, അവനെ വരുത്താതെ ഭക്ഷണത്തിന് ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇശായിയുടെ ഏറ്റവും ഇളയ മകനായ ദാവീദിനെ ആണ് ദൈവം രാജാവായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പം മനുഷ്യർ ആരും അവനെ അംഗീകരിച്ചിരുന്നില്ല. അവൻ്റെ മാതാപിതാക്കൾ പോലും അവനെ അംഗീകരിച്ചിരുന്നില്ല. പലപ്പോഴും നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നാം പഠിക്കും തീരുമാനം എടുക്കാനായിട്ട് മൂത്തവരാണ് അടുത്ത അവകാശി എന്നുള്ളത്. അത് നമ്മുടെ സംസ്കാരം നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വഴികളാണ് നാം അന്വേഷിക്കേണ്ടത്. ഇവിടെ യഹോശാഫാത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വലിയ ദുഃഖം കൊണ്ടുവന്നു. കാരണം യഹോരാം തൻ്റെ സഹോദരന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു. 5 വാക്യത്തിൽ പറയുക, യഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. അപ്പോൾ യഹോരാം 8 വർഷം മാത്രമേ രാജ്യം ഭരിച്ചിരുന്നുള്ളൂ. 6 വാക്യത്തിൽ ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബിൻ്റെ മകൾ അവന് ഭാര്യയായിരുന്നുവല്ലോ. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, എന്നാൽ യഹോവ ചെയ്തു. അപ്പോൾ ഇവിടെ യഹൂദ രാജാവായ യഹോരാം ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ദൈവ വഴി വിട്ടു നടന്നു എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ അവൻ ആഹാബിൻ്റെ മകളെ ഭാര്യയായിട്ട് എടുത്തു. നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നത് ദുഷ്ടനുമായിട്ട് സംബന്ധം കൂടിയാലത്തെ കുഴപ്പങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നാം യഹോശാഫാത്തിൻ്റെ കഥ പഠിച്ചപ്പോൾ നാം പഠിച്ചാണ് യഹോശാഫാത്ത് ഈ ആഹാബുമായിട്ട് സംബന്ധം കൂടിയെന്ന്. അപ്പോൾ താൻ ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും മകളുമായിട്ട് തൻ്റെ മകനെ വിവാഹം കഴിപ്പിച്ചു, ഈ യഹോരാമിനെ. രാജ്യങ്ങൾ തമ്മിൽ സമാധാനമായിട്ട് ആയിരിക്കാനാണ് യഹോശാഫാത്ത്
ഇങ്ങനെ ചെയ്തത്. പക്ഷെ താൻ ചെയ്തതിൻ്റെ ഫലം എന്ന് പറയുന്നത് വിഡ്ഢിത്തരമായിപ്പോയി. കാരണം യഹോരാം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതാണ് ചെയ്യുന്നത്. താൻ ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇസ്രായേലുമായിട്ട് സംബന്ധം കൂടുന്നത്. 7-ാമത്തെ വാക്യത്തിൽ പറയും, എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരിക്കുന്ന നിയമം നിമിത്തവും അവനും അവൻ്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കെ നിമിത്തം ദാവീദ് ഗൃഹത്തെ നശിപ്പിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. ഇവിടെ പറഞ്ഞേക്കുന്നത്, എന്നാൽ ദാവീദിനോടുള്ള വാഗ്ദാനം കാരണമാണ് ദാവീദിൻ്റെ ഗൃഹത്തെ ദൈവം നശിപ്പിക്കാതിരുന്നത്. 8-ാമത്തെ ഒരാളെ ഓർത്തിട്ട്, ദാവീദിനെ ഓർത്തിട്ടാണ് ആ ഗ്രഹം മുഴുവൻ, അവരെ ആരെയും നശിപ്പിക്കാതെ ദൈവം വരുന്നത്. 8-ാമത്തെ വാക്യത്തിൽ പറയാം, അവൻ്റെ കാലത്ത് ഏതോം യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു. അപ്പം യഹോരാമിൻ്റെ കാലത്ത് ഏതോം യഹൂദയ്ക്ക് നേരെ ചെന്നു. അവൻ്റെ പിതാവായ യഹോശാഫാത്തിൻ്റെ കാലത്ത് യഹൂദയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ഭീതി ദൈവം അയച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യഹോരാമിൻ്റെ മനോഭാവം കാരണം ദൈവത്തിൻ്റെ ഭീതി ചുറ്റുമുള്ള ദേശങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഏതോം ഈ യഹൂദയോട് മത്സരിക്കുന്നത്. 9ഉം 10ഉം വായിക്കുമ്പം, യഹോരാം തൻ്റെ പ്രഭുക്കന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏതോമ്യരെയും തേരാളികളെയും തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഏതോം ഇന്നുവരെ യഹൂദയുടെ മേലാധികാരത്തോട് മത്സരിച്ച് നിൽക്കുന്നു. അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ കാലത്ത് തന്നെ ലിബ്നയും അവൻ്റെ മേലധികാരത്തോട് മത്സരിച്ചു. അപ്പം ഇവിടെ പറയുന്ന യഹോരാം വിജയിച്ചില്ല. ഏദോമും ലിബ്നയും യഹൂദയോട് മത്സരിച്ചു കൊണ്ടിരുന്നു. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ യഹൂദയിൽ ഈ അധപതനം സഹിക്കാൻ മേലാഞ്ഞിട്ട് അവർ യഹോരാമിനോട് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. 11-ാം വാക്യത്തിൽ പറയുന്നു, അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരൂശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു. അപ്പം ജാതീയ ആരാധനയിലേക്ക് യഹൂദയെ യഹോരാം കൊണ്ടുപോവുകയാണ്. 12 മുതൽ 15 വരെ വായിക്കുമ്പം, അവന് ഏലിയ പ്രവാചകൻ്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നതെന്തെന്നാൽ, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യഹോശാഫാത്തിൻ്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കുകയും ആഹാബ് ഗൃഹത്തിൻ്റെ പരസംഗം പോലെ യഹൂദയെയും യെരൂശലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുക കൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുക്കളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും. അപ്പം ഏലിയാവിൻ്റെ യഹോരാമിനുള്ള എഴുത്തെന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായൊരു എഴുത്താണ്. എന്നാൽ ഈ എഴുത്ത് യഹോരാമിനെ മാറ്റിയില്ല. എന്തൊക്കെ താൻ ദൈവം ഏലിയാവിലൂടെ പറഞ്ഞു, തനിക്കൊരു ബാധ രോഗം വരുമെന്നും തൻ്റെ മക്കളെയും ഭാര്യമാരെയും എല്ലാം വസ്തുക്കളെ അവരെയും ബാധിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടും തനിക്കൊരു മാറ്റവും ഉണ്ടായില്ല. അവന് ചെയ്ത തെറ്റുകളെ എല്ലാം ദൈവം അവനെ അറിയിക്കുകയാണ്. ദൈവം എപ്പോഴും മാനസാന്തരത്തിന് അവസരങ്ങൾ തരും. എന്നാൽ നമ്മുടെ പ്രതികരണം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദാവീദിനോട് തൻ്റെ പാപത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ അറിയിച്ച ഉടനെ ദാവീദ് തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ചു. എന്നാൽ യഹോരാമിനോട് ഏലിയാവിൻ്റെ എഴുത്ത് കിട്ടിയിട്ടും
തനിക്ക് ഒരു അനക്കവും ഇല്ല. അതുകൊണ്ട് ദൈവം അവനെ അനുസരണം പഠിപ്പിക്കാൻ വീണ്ടും വേദനയിലൂടെ വിടുകയാണ്. 16ഉം 17ഉം വായിക്കും. യഹോവ ഫെലിസ്ത്യരുടെയും കൂശ്യരുടെയും സമീപത്തുള്ള അറബികളുടെയും മനസ്സ് യഹോരാമിൻ്റെ നേരെ ഉണർത്തി. അവർ യഹൂദയിലേക്ക് വന്ന് അതിനെ ആക്രമിച്ചു. രാജധാനിയിൽ കണ്ട സകല വസ്തുക്കളെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് അവൻ്റെ ഇളയ മകനായ യഹോവാഹാസ് അല്ലാതെ ഒരു മകനും അവന് ശേഷിച്ചില്ല. അപ്പോൾ അവൻ്റെ ഭാര്യമാരെയും മക്കളെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ടും അവന് ഒരു മാനസാന്തരവും ഇവിടെ ഉണ്ടാകുന്നില്ല. അവന് കരുണയ്ക്കായിട്ട് ദൈവത്തോട് നിലവിളിക്കുന്നത് പോലുമില്ല. എത്ര ദുഷ്ടന്മാരായ രാജാക്കന്മാരാണെങ്കിലും അവരുടെ വേദനയുടെ മധ്യത്തിൽ നിലവിളിക്കുമ്പോൾ ദൈവത്തിന് അവരോട് കരുണ തോന്നും. നമ്മൾ പഠിച്ചതാണ്. 18 മുതൽ 20 വരെ വായിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കുടലിന് പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവൻ്റെ കുടൽ പുറത്ത് ചാടി. അവൻ കഠിന വ്യാധിയാൽ മരിച്ചു. അവൻ്റെ ജനം അവൻ്റെ പിതാക്കന്മാർക്ക് കുഴിച്ച ദഹനം പോലെ അവനു വേണ്ടി ദഹനം കഴിച്ചില്ല. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി. അവനെ ദാവീദിൻ്റെ ഗൃഹത്തിൽ അടക്കം ചെയ്തു, രാജാക്കന്മാരുടെ കല്ലറയിലല്ല താനും. അപ്പോൾ പ്രയാസത്തിൻ്റെ മുകളിൽ പ്രയാസങ്ങൾ വന്നിട്ടും അവൻ ദൈവത്തോട് നിലവിളിച്ചില്ല. അവനൊരു പാഠവും പഠിച്ചില്ല. എന്നാൽ അവൻ്റെ രാജ്യത്തിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഹോരാം 8 വർഷം യെരൂശലേം വാണിട്ടും ആർക്കും ഇഷ്ടനാകാതെ വാണു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവൻ്റെ അന്ത്യം ദാരുണമായി തീർന്നു. നമ്മൾ എഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ 18ൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവ് അരുളപ്പാട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ യേശുവേ, അങ്ങ് കർത്താവെ ദുഷ്ടൻ്റെ മരണത്തിൽ അങ്ങേക്ക് ഒരു താല്പര്യവും ഇല്ലല്ലോ. കർത്താവെ യേശുവെ, അങ്ങ് ദുഷ്ടൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവനിലേക്ക് ജീവിക്കണം ആണല്ലോ അങ്ങയുടെ താല്പര്യം. കർത്താവെ അപ്പോൾ ആ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് കർത്താവെ ഞങ്ങൾ വിട്ടുമാറുവാൻ, ഞങ്ങളുടെ പാപങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അറിയിച്ചു തരുമ്പോൾ കർത്താവെ അത് വിട്ടുപേക്ഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്ത് അങ്ങയുടെ മുഖം അന്വേഷിക്കുന്നവരായി കർത്താവെ അപ്പാ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.